ഹലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം എന്നാലേ ഇത്രയൊക്കെ രസമായിട്ട് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. അതൊന്നും അല്ല, ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ ഒരു ഹൽവ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു. നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം തന്നെ എടുത്തു. എന്നിട്ട് അതിലേക്ക് പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം 1 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ടു. ഈ ബൗളിന് ഒരു ബൗള്, അതായത് ഈ ഒരു കപ്പ് സൈസിന് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടു. എന്നിട്ട് അതേ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ ഞാൻ നമ്മുടെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. അത് എന്നിട്ട് ചൂടാറിയതിന് ശേഷമായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഉരുക്കി അരിച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എനിക്ക് എപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഫ്രിഡ്ജിൽ ഓൾറെഡി ശർക്കരപ്പാനി ഉണ്ടായിരിക്കും. നിങ്ങളും ചെയ്തു വെച്ചോ, നല്ല ഈസി വർക്കാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. അത് വേഗം നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ തരിയൊന്നും വരുന്നില്ല, കട്ടയൊന്നും കുത്തുന്നില്ല, വേഗം ആവുന്നുണ്ട്. ഇനി ഇത്തിരി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കുന്ന സമയത്ത് കൈ വെക്കാതെ ഇളക്കണം. അപ്പോൾ തന്നെ അതെല്ലാം അലിഞ്ഞ് ചേരുന്നുണ്ട്. അതാ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ ഇങ്ങനെ തിക്കായിട്ട് വരും. നമ്മൾ തിക്കായിട്ട് വരുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുമിള വന്നിങ്ങനെ ചാടുന്ന പോലെയൊക്കെ വരും. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം നല്ലോണം അത് റെഡി ആയിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നല്ല നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉള്ളൂ. പക്ഷേ എനിക്ക് വീട്ടിലുണ്ടാക്കിയ നെയ്യൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ മിൽമ നെയ്യാണ് ഉപയോഗിച്ചത് കേട്ടോ. അതുപോലെയുള്ള നല്ലൊരു നെയ്യിൻ്റെ നല്ലൊരു മണമുള്ള നെയ്യൊക്കെ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താൽ നല്ല രസമായിരിക്കും. എന്നിട്ട് അത് നന്നായിട്ട് ഒഴിച്ചിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവത്തിലാവുമ്പോൾ നമ്മളത് വേറെ ഒരു ട്രേയിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ തണുക്കാൻ വെച്ചു, അപ്പോഴേക്കും അത് കഴിക്കാൻ വേണ്ടി മോനൊക്കെ ധൃതി കൂട്ടിയപ്പോൾ കുറച്ച് വേഗം എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഈ സൈഡിലൊക്കെ ഒരു ഷേപ്പ്ലെസ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഷേപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഓക്കെ, ബൈ.